1 ദിനവൃത്താന്തം 1-ാം അധ്യായം. ആദാം, ഷേത്ത്, ഏനോഷ്, കേനാൻ, മഹലലേൽ, യാരേദ്, ഹാനോക്ക്, മെഥൂശലേഹ്, ലാമേക്ക്, നോഹ, ഷേം, ഹാം, യാഫേത്ത്. യാഫേത്തിന്റെ പുത്രന്മാർ ഗോമേർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബാൽ, മേഷക്, തീരാസ്. ഗോമേറിന്റെ പുത്രന്മാർ അഷ്കേനസ്, റീഫത്ത്, തോഗർമ്മ. യാവാന്റെ പുത്രന്മാർ എലീഷ, തർശീഷ്, കിത്തീം, ദോദാനീം. ഹാമിന്റെ പുത്രന്മാർ കൂഷ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂഷിന്റെ പുത്രന്മാർ സെബ, ഹവീല, സപ്ത, രമ, സബെഖ. രമയുടെ പുത്രന്മാർ ഷെബ, ദേദാൻ. കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു. മിസ്രൈമോ ലുദീം, അനാമീം, ലഹാബീം, നഹ്തൂഫീം, പത്രൂസീം, കഹ്ലൂഹീം. ഇവരിൽ നിന്ന് ഫിലിസ്ത്യർ ഉത്ഭവിച്ച് കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തൻ്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യെബൂസി, അമൂരി, ഗിർഗഷി, ഹിവ്വി, അർവി, സീനി, അർവാദി, സെമാരി, ഹമാത്തി എന്നിവരെ ജനിപ്പിച്ചു. ഷേമിൻ്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പഷദ്, ലൂദ്, അരാം, ഊസ്, ഹൂൾ, ഗേദർ, മേഷക്. അർപ്പഷദ് ഷേലഹിനെ ജനിപ്പിച്ചു. ഷേലഹ് ഏബറിനെ ജനിപ്പിച്ചു. ഏബറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്നു പേർ. അവൻ്റെ കാലത്തായിരുന്നു ഭൂമി വിഭാഗിക്കപ്പെട്ടത്. അവൻ്റെ സഹോദരന് യൊക്താൻ എന്നു പേർ. യൊക്താനോ അൽമോദാദ്, ഷേലഫ്, ഹസർമാവത്ത്, യാരഹ്, ഹദോരാം, ഊസാൽ, തിഗ്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താന്റെ പുത്രന്മാർ. ഷേം, അർപ്പഷദ്, ഷേലഹ്, ഏബർ, പേലഗ്, രയു, ഷെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം. ഇവൻ തന്നെ അബ്രഹാം. അബ്രഹാമിന്റെ പുത്രന്മാർ ഇസ്ഹാക്ക്, ഇഷ്മായേൽ. അവരുടെ വംശപാരമ്പര്യമാവിത്. ഇഷ്മായേലിന്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അദ്ബയേർ, മിക്ഷാം, മിഷ്മ, ദൂമ, മസ്സ, ഹദദ്, തേമ, യെദൂർ, നാഫീഷ്, കേദമ. ഇവർ ഇഷ്മയേലിന്റെ പുത്രന്മാർ. അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കെദൂറായുടെ പുത്രന്മാർ സിമ്രാൻ, യൊക്ഷാൻ, മേദാൻ, മിദ്യാൻ, ഇഷ്ബാഗ്, ഷൂവഹ് എന്നിവരെ അവൾ പ്രസവിച്ചു. ഷൊക്താന്റെ പുത്രന്മാർ ഷെബ, ദദാൻ. മിദ്യാന്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹാനൂക്ക്, അബീദ, എൽദായ. ഇവരെല്ലാവരും കെദൂറയുടെ പുത്രന്മാർ. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്കിന്റെ പുത്രന്മാർ ഏശാവ്, ഇസ്രയേൽ. ഏശാവിന്റെ പുത്രന്മാർ എലീഫാസ്, രയൂവേൽ, യെയൂഷ്, യലാം, കോരഹ്. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗദാം, കെനസ്, തിമ്ന, അമാലേക്ക്. രയൂവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. സെയീരിന്റെ പുത്രന്മാർ ലോദാൻ, ഷോബാൽ, സിബയോൻ, അന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോദാന്റെ പുത്രന്മാർ ഹോരി, ഹോമാം. തിമ്ന ലോദാന്റെ സഹോദരി ആയിരുന്നു. ഷോബാലിന്റെ പുത്രന്മാർ അലിയാൻ, മാനഹത്ത്, ഏബാൽ, ഷഫി, ഓനാം. സിബിയോന്റെ പുത്രന്മാർ അയ്യ, അന. അനായുടെ പുത്രന്മാർ ദീഷോൻ. ദീഷോന്റെ പുത്രന്മാർ ഹമ്രാൻ, എഷ്ബാൽ, ഇത്രാൻ, കേരാൻ. യേസറിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാക്കാൻ. ദീഷാന്റെ പുത്രന്മാർ ഊസ്, അരാൻ. ഇസ്രയേൽ മക്കളെ രാജാവ് വാഴും മുമ്പേ ഏദോം ദേശത്തു വാണ രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിന്റെ മകനായ ബേല. അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസർക്കാരനായ സേറഹിന്റെ മകൻ യോബാബ് അവനു പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാദേശക്കാരനായ ഹൂഷാം അവനു പകരം രാജാവായി. ഹൂഷാൻ മരിച്ച ശേഷം ബദദിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവൻ മോവാബ് സമഭൂമിയിൽ
മിദ്യാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രൈക്കാരനായ സമ്ല അവന് പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരായ ഷൗൽ അവന് പകരം രാജാവായി. ഷൗൽ മരിച്ച ശേഷം അക്ബോറിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി. ബാൽഹാനാൻ മരിച്ച ശേഷം ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് പായി എന്നും ഭാര്യയ്ക്ക് മെഹദബേൽ എന്നും പേർ. അവൾ മേസഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു. ഹദദും മരിച്ചു. ഏദോമി പ്രഭുക്കന്മാരാവിത്: തിമ്ന പ്രഭു, അല്യ പ്രഭു, യദേത്ത് പ്രഭു, ഒഹോലിബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിസ്സ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവരത്രേ ഏദോമ്യ പ്രഭുക്കന്മാർ. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1:2 ഇസ്രയേലിന്റെ പുത്രന്മാരാവിത്: റൂബേൻ, ഷിമയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, സെബൂലൂൻ, ദാൻ, യോസേഫ്, ബെന്യാമീൻ, നഫ്താലി, ഗാദ്, ആശേർ. യഹൂദയുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേല. ഇവർ മൂവരും കനാന്യ സ്ത്രീയായ ബെത്ശൂവയിൽ നിന്ന് അവന് ജനിച്ചു. യഹൂദയുടെ ആദ്യജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടയായിരുന്നതുകൊണ്ട് അവൻ അവനെ കൊന്നു. അവന്റെ മരുമകൾ താമാർ അവന് പേരസിനെയും സേരഹിനെയും പ്രസവിച്ചു. യഹൂദയുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. സേരഹിന്റെ പുത്രന്മാർ സിമ്രി, ഏദാൻ, ഹേമാൻ, കൽക്കോർ, ദാര. ഇങ്ങനെ 5 പേർ. കർമ്മിയുടെ പുത്രന്മാർ ശബദാർപ്പിത വസ്തുക്കളിൽ അകൃത്യം ചെയ്ത് ഇസ്രയേലിനെ കഷ്ടത്തിലാക്കിയ ആഖാൻ തന്നെ. ഏദാന്റെ പുത്രന്മാർ അസരിയാവ്. ഹെസ്രോന് ജനിച്ച പുത്രന്മാർ യെർമഹീൽ, രാം, കെലൂബായി. രാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് യഹൂദ മക്കളുടെ പ്രഭുവായ നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ഷൽമിയെ ജനിപ്പിച്ചു. ഷൽമ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബദിനെ ജനിപ്പിച്ചു. ഓബദ് ഇഷായിയെ ജനിപ്പിച്ചു. ഇഷായി തന്റെ ആദ്യജാതൻ എലിയാബിനെയും, രണ്ടാമൻ അബീനാദാബിനെയും, മൂന്നാമൻ ഷിമേയെയും, നാലാമൻ നഥനിയേലിനെയും, അഞ്ചാമൻ രദ്ദായിയെയും, ആറാമൻ ഓസമിനെയും, ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു. അവരുടെ സഹോദരിമാർ സെരൂയിയും അബീഗയിലുമായിരുന്നു. സെരൂയിയുടെ പുത്രന്മാർ അബീഷായി, യോവാബ്, അസാഹേൽ. ഇങ്ങനെ 3 പേർ. അബീഗയിലിൽ അമാസയെ പ്രസവിച്ചു. അമാസയുടെ അപ്പൻ ഇഷ്മേലിനായ യേഥേർ ആയിരുന്നു. ഹെസ്രോന്റെ മകൻ കാലേബ് തന്റെ ഭാര്യയായ സബൂയിലും എരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു. അവളുടെ പുത്രന്മാർ യേശർ, ശോബാബ്, അർദോൻ. അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു. അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു. ഹൂർ ഊരിനെ ജനിപ്പിച്ചു. ഊരി ബെസലേലിനെ ജനിപ്പിച്ചു. അതിനുശേഷം ഹെസ്രോൻ ഗലയാദിന്റെ അപ്പനായ മാഗീറിന്റെ മകളുടെ അടുക്കൽ ചെന്ന് അവളെ വിവാഹം ചെയ്തപ്പോൾ അവന് 65 വയസ്സായിരുന്നു. അവൾ അവന് സെഗൂബലിനെ പ്രസവിച്ചു. സെഗൂബ് യായീരിനെ ജനിപ്പിച്ചു. അവന് ഗലയാദ് ദേശത്ത് 23 പട്ടണമുണ്ടായിരുന്നു. എന്നാൽ ഗശൂരും അരാമും യായീരിന്റെ പട്ടണങ്ങളെ കെനാത്തിനെയും അതിൻ്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ 60 പട്ടണം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു. ഇവരെല്ലാവരും ഗലയാദിന്റെ അപ്പനായ മാഗീറിന്റെ പുത്രന്മാരായിരുന്നു. ഹെസ്രോൻ കാലേബ് എഫ്രാത്തയിൽ വെച്ച് മരിച്ച ശേഷം ഹെസ്രോന്റെ ഭാര്യ അബിയ അവന് തെക്കോവയുടെ അപ്പനായ അശൂരിനെ പ്രസവിച്ചു. ഹെസ്രോന്റെ ആദിജാതനായ യെർമയേലിന്റെ പുത്രന്മാർ ആദിജാതൻ രാം, ബൂനാം, ഓരൻ, ഓസം, അഹിയാവ്. യെർമയേലിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവൾക്ക് അദാര എന്നു പേർ. അവൾ ഓനാമിന്റെ അമ്മ. റഹമയേലിന്റെ ആദിജാതനായ രാമിന്റെ പുത്രന്മാർ മയസ്, യാമീൻ, ഏക്കർ. ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബീഷൂർ. അബീഷൂരിന്റെ പുത്രന്മാർ അബീഹയിൽ എന്നു പേർ. അവൾ അവന് അക്ബാനെയും മോലീദിനെയും പ്രസവിച്ചു. നാദാബിന്റെ പുത്രന്മാർ സേലത്, അപ്പയീം. എന്നാൽ സേലത് മക്കളില്ലാതെ മരിച്ചു. അപ്പയീമിന്റെ പുത്രന്മാർ ഇഷി. ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ. ശേഷാന്റെ പുത്രന്മാർ അഹ്ളയും. ഷമ്മായിയുടെ സഹോദരനായ യാദയുടെ പുത്രന്മാർ യേഥേർ, യോനാഥാൻ.
എന്നാൽ ഏഥേർ മക്കളില്ലാതെ മരിച്ചു. യോനാഥാന്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യെർമയേലിന്റെ പുത്രന്മാർ. ശേഷാന് പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു. ശേഷാന് മിസ്രയീമിന് ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവന് യർഹായ് എന്നു പേർ. ശേഷാൻ തന്റെ മകളെ തന്റെ ഭൃത്യനായ യർഹായിക്ക് ഭാര്യയായി കൊടുത്തു. അവൾ അവന് അദ്ദായിയെ പ്രസവിച്ചു. അദ്ദായി നാഥാനെ ജനിപ്പിച്ചു. നാഥാൻ സാബാദിനെ ജനിപ്പിച്ചു. സാബാദ് എഫ്ലാലിനെ ജനിപ്പിച്ചു. എഫ്ലാൻ ഓബദിനെ ജനിപ്പിച്ചു. ഓബദ് യഹൂവിനെ ജനിപ്പിച്ചു. യഹൂ അസര്യാവെ ജനിപ്പിച്ചു. അസര്യാവ് ഹേലസിനെ ജനിപ്പിച്ചു. ഹേലസ് എലയാശയെ ജനിപ്പിച്ചു. എലയാശ സിസ്മായിയെ ജനിപ്പിച്ചു. സിസ്മായി ശല്ലൂമിനെ ജനിപ്പിച്ചു. ശല്ലൂം യെക്കമ്യാവെ ജനിപ്പിച്ചു. യെക്കമ്യാവ് എലീശാമയെ ജനിപ്പിച്ചു. യഹ്മയേലിന്റെ സഹോദരനായ കാലേബിന്റെ പുത്രന്മാർ അവന്റെ ആദിജാതനും സീഫിന്റെ അപ്പനുമായ മേശ. ഹെബ്രോന്റെ അപ്പനായ മരേഷയുടെ പുത്രന്മാരും. ഹെബ്രോന്റെ പുത്രന്മാർ കോരഹ്, തപ്പൂഹ്, രക്കേം, ഷേമ. ഷേമ യൊർക്കെയാമിന്റെ അപ്പനായ രഹമിനെ ജനിപ്പിച്ചു. രക്കേം ഷമായിയെ ജനിപ്പിച്ചു. ഷമായിയുടെ മകൻ മാവോൻ. മാവോൻ ബേത്സൂറിന്റെ അപ്പനായിരുന്നു. കാലേബിന്റെ വെപ്പാട്ടിയായ ഏഫ ഹാരാനെയും മോസയെയും ഗാസയിലിനും പ്രസവിച്ചു. ഹാരാൻ ഗാസേസിനെ ജനിപ്പിച്ചു. യാദയുടെ പുത്രന്മാർ രേഖീം, യോധാം, ഗേശാൻ, പേലത്ത്, ഏഫ, ഷയഫ്. കാലേബിന്റെ വെപ്പാട്ടിയായ മയഖ ശേഖേമിനെയും തിർഹിനെയും പ്രസവിച്ചു. അവൾ മമ്നയുടെ അപ്പനായ ഷയഫ്, മഗ്ബേനയുടെയും ഗിബയുടെയും അപ്പനായ ഷേവ എന്നിവരെയും പ്രസവിച്ചു. കാലേബിന്റെ മകൾ അക്സ ആയിരുന്നു. ഇവരത്രേ കാലേബിന്റെ പുത്രന്മാർ. എഫ്രാത്തയുടെ ആദിജാതനായ ഹൂരിന്റെ പുത്രന്മാർ കിര്യത്ത് യയാരീമിന്റെ അപ്പനായ ശോബാൽ, ബദ്ലഹീമിന്റെ അപ്പനായ ഷൽമ, ബേത്ഗാദേരിന്റെ അപ്പനായ ഹാരേഫ്. കിര്യത്ത് യയാരീമിന്റെ അപ്പനായ ശോബാലിന് പുത്രന്മാരുണ്ടായിരുന്നു. ഹാരോവേ മെനുഹോത്തിന്റെ പാതി. കിര്യത്ത് യയാരീമിന്റെ കുലങ്ങളാവിത്: ഇത്രിയർ, പൂത്യർ, ശുമാത്യർ, മിസ്രായർ. ഇവരിൽ നിന്ന് സോരാത്യരും എസ്രാവോലിരും ഉത്ഭവിച്ചു. ഷൽമയുടെ പുത്രന്മാർ ബെദ്ലഹീം, നെദോഫാത്യർ, അത്രോത്ത്, ബേത്ത് യോവാബ്. മാനഹത്യരിൽ പാതി സോര്യർ. യബേസിൽ പാർത്തു വന്ന ശാസ്ത്രമാരുടെ കുലങ്ങളാവിത്: തിരിയാത്തർ, ഷിമയാത്യർ, സൂഖാത്യർ. ഇവർ രേഖാബ് ഗ്രഹത്തിന്റെ അപ്പനായ ഹമാത്തിൽ നിന്നുത്ഭവിച്ച കേനാന്യരാകുന്നു. 1 ദിനവൃത്താന്തം 3-ാം അധ്യായം. ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാരാവിത്: ഇസ്രയേൽക്കാരത്തിയായ അഹീനോം പ്രസവിച്ച അമ്നോൻ ആദിജാതൻ. കർമ്മേൽക്കാരത്തിയായ അബീഗയിൽ പ്രസവിച്ച ദാനിയേൽ രണ്ടാമൻ. ഗേശൂർ രാജാവായ തൽമായിയുടെ മകളായ മയഖിയുടെ മകൻ അബ്ശാലോം മൂന്നാമൻ. ഹഗീത്തിന്റെ മകൻ അദോനിയാവ് നാലാമൻ. അബീദാൽ പ്രസവിച്ച ഷെഫത്യാവ് അഞ്ചാമൻ. അവന്റെ ഭാര്യ എഗ്ല പ്രസവിച്ച ഇദ്രയാം ആറാമൻ. ഈ 6 പേരും അവന് ഹെബ്രോനിൽ വെച്ച് ജനിച്ചു. അവിടെ അവൻ 7 സംവത്സരവും 6 മാസവും വാണു. യെരൂശലേമിൽ അവൻ 33 സംവത്സരം വാണു. യെരൂശലേമിൽ വെച്ച് അവന് ജനിച്ചവരാവിത്: അമിയേലിന്റെ മകളായ ബത്ശൂവ പ്രസവിച്ച ഷിമയ, ശോബാബ്, നാഥാൻ, ശലോമോൻ എന്നീ 4 പേരും. ഇബ്ഹാൻ, എലീഷാമ, എലീഫെലെത്ത്, നോഗഹ്, നേഫഗ്, യാഫിയ, എലീഷാമ, എല്യാദ, എലീഫെലേത്ത് എന്നീ 9 പേരും. വെപ്പാട്ടികളുടെ പുത്രന്മാരൊഴികെ ദാവീദിൻ പുത്രന്മാരൊക്കെയും ഇവരത്രേ. താമാർ അവരുടെ സഹോദരിയായിരുന്നു. ശലോമോന്റെ മകൻ രഹബയാം, അവന്റെ മകൻ അബിയാവ്, അവന്റെ മകൻ ആസ, അവന്റെ മകൻ യഹോഷഫാത്ത്, അവന്റെ മകൻ യഹോരാം, അവന്റെ മകൻ അഗസ്യാവ്, അവന്റെ മകൻ യോവാഷ്, അവന്റെ മകൻ അമസ്യാവ്, അവന്റെ മകൻ അസരിയാവ്, അവന്റെ മകൻ യോധാം, അവന്റെ മകൻ ആഹാസ്, അവന്റെ മകൻ ഹിസ്കിയാവ്, അവന്റെ മകൻ മനശ്ശെ, അവന്റെ മകൻ ആമോൻ, അവന്റെ മകൻ യോഷിയാവ്. യോഷിയാവിന്റെ പുത്രന്മാർ: ആദിജാതൻ യോഹാനാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സുദക്കിയാവ്, നാലാമൻ ഷല്ലൂം. യഹോയാക്കീമിന്റെ പുത്രന്മാർ: അവന്റെ മകൻ യെഖൊന്യാവ്, അവന്റെ മകൻ സിദക്കിയാവ്. ബദ്ധനായ യെഖൊന്യാവിന്റെ പുത്രന്മാർ: അവന്റെ മകൻ ഷയൽതീയേൽ, മൽക്കീരാം, പെദായാവ്, ഷെനസർ, യെഖന്യാവ്,
ഹോഷാമ, നദബ്യാവ്. പെദായാവിൻ്റെ മക്കൾ സെരുബാബേൽ, ഷിമെയി. സെരുബാബേലിൻ്റെ മക്കൾ മെഷുല്ലാം, ഹനന്യാവ്, അവരുടെ സഹോദരി ഷെലോമീത്ത് എന്നിവരും. ഹഷൂബ, ഓഹേൽ, ബേരഖ്യാവ്, ഹസദ്യാവ്, യൂഷബ്, ഹേസത്ത് എന്നീ 5 പേരും തന്നെ. ഹനന്യാവിൻ്റെ മക്കൾ പെലദ്യാവ്, യെശയ്യാവ്. ദെഫായാവിൻ്റെ മക്കൾ അർണാവിൻ്റെ മക്കൾ, ഓബദ്യാവിൻ്റെ മക്കൾ, ഷെഖന്യാവിൻ്റെ മക്കൾ. ഷെഖന്യാവിൻ്റെ മക്കൾ ഷെമയ്യാവ്. ഷെമയ്യാവിൻ്റെ മക്കൾ ഹത്തൂഷ്, ഇഖാൽ, ബാരിഹ്, നെയര്യാവ്, ഷാഫാത്ത്. ഇങ്ങനെ 6 പേർ. നെയമ്യാവിൻ്റെ മക്കൾ എല്യോവേനായ, ഹിൽക്കിയാവ്, അസ്രീക്കാം. ഇങ്ങനെ 3 പേര്. എല്യോവേനായിയുടെ മക്കൾ ഹൊദവ്യാവ്, എല്യാഷീബ്, പെലായാവ്, അക്കൂബ്, യോഹനാൻ, ദലായാവ്, അനാനി. ഇങ്ങനെ 7 പേർ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം. യഹൂദയുടെ പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ശോബൽ. ശോബലിൻ്റെ മകൻ രയായാവ് യഹത്തിനെ ജനിപ്പിച്ചു. യഹത്ത് അഹൂമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവർ സോരഥ്യരുടെ കുലങ്ങൾ. ഏദാമിൻ്റെ അപ്പനിൽ നിന്നുത്ഭവിച്ചവർ ഇവർ. ഇസ്രയേൽ, ഇഷ്മ, ഇത്ബാഷ്, അവരുടെ സഹോദരിയായ ഹെസലോപോനി എന്നു പേർ. പെനുവേൽ ഗദൂരിൻ്റെ അപ്പനും ഏസർ ഹൂഷിയുടെ അപ്പനുമായിരുന്നു. ഇവർ ബെത്ലഹേമിൻ്റെ അപ്പനായ എഫ്രാത്തയുടെ ആദിജാതനായ ഹൂരിൻ്റെ പുത്രന്മാർ. തെക്കോവയുടെ അപ്പനായ അഷൂരിന് ഹേല, നയര എന്നീ 2 ഭാര്യമാരുണ്ടായിരുന്നു. നയര അവന് അഹൂസാം, ഹേഫർ, തേമനി, ഹായഹസ്, താരി എന്നിവരെ പ്രസവിച്ചു. ഇവർ നയരയുടെ പുത്രന്മാർ. ഹേലയുടെ പുത്രന്മാർ സീരത്ത്, യഹൂഹസ്, എത്നാൻ, കോസ്, അനൂബിനെയും സേബബയെയും ഹാരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്നു പേരിട്ടു. യബ്ബേസ് ഇസ്രയേലിലെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഷൂഹിയുടെ സഹോദരനായ കെലൂബ് മെഹീരിനെ ജനിപ്പിച്ചു. അവൻ എസ്തോദിൻ്റെ അപ്പൻ. എസ്തോദ് ബേറ്റ് രാഫയെയും പാസഹയെയും ഈർ നാഹാഷിൻ്റെ അപ്പനായ തെഹിനെയും ജനിപ്പിച്ചു. ഇവർ രേഖാനിവാസികൾ ആകുന്നു. കെനസീൻ്റെ പുത്രന്മാർ ഒദ്നിയേൽ, സെരായാവ്. ഒദ്നിയേലിൻ്റെ പുത്രന്മാർ ഹദത്ത്, മെയോ നോദയി, ഒഫ്രയെ ജനിപ്പിച്ചു. സെരായാവ് ഗേ ഹരാഷീമിൻ്റെ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു. അവൻ കൗശലപ്പണിക്കാരനായിരുന്നുവല്ലോ. യെഫുന്നയുടെ മകനായ കാലേബിൻ്റെ പുത്രന്മാർ ഈരു, ഏല, നായം. ഏലായുടെ പുത്രന്മാർ കെനസ്, എഹലേലിൻ്റെ പുത്രന്മാർ സീഫ്, സീഫ, തീര്യ, അസറിയേൽ. എസ്രയുടെ പുത്രന്മാർ ഏഥർ, മെയ്രത്, ഏഫർ, യാലോൻ എന്നിവരായിരുന്നു. അവൾ മിര്യാമിനെയും ഷമ്മയെയും എസ്തോമോവിയുടെ അപ്പനായ ഇഷ്ബഹിനെയും പ്രസവിച്ചു. അവൻ്റെ ഭാര്യയായ യഹൂദിയ ഗദൂരിൻ്റെ അപ്പനായ യോരദിനെയും സോഖോവിൻ്റെ അപ്പനായ ഹേബറിനെയും ഷാനോഖയുടെ അപ്പനായ രഖൂദിയിനെയും പ്രസവിച്ചു. ഇവരാകുന്നു മേരദ് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിദ്ധിയുടെ പുത്രന്മാർ. നഹമിൻ്റെ സഹോദരിയും ഹോദിയാമിൻ്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ഗർമ്മ്യനായ കെയിലയുടെ അപ്പനും മയഖ്യാനായ എസ്തവോമയും തന്നെ. ഷീമോന്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബെൻഹാനാൻ, തീലോൻ. ഇഷിയുടെ പുത്രന്മാർ സോഹേത്ത്, ബെൻ സോഹേത്ത്. യഹൂദയുടെ മകനായ ഷേലയുടെ പുത്രന്മാർ ലേഖിയുടെ അപ്പനായ ഏരും മാരേഷിയുടെ അപ്പനായ ലതയും. ബേത്ത് അക്ഷയിൽ ഷണപടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും യോക്കീമും കോസേബ നിവാസികളും. മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ്, സാരാഫ് എന്നിവരും യാശൂബി ലേഖമും തന്നെ. ഇവ പുരാണ വൃത്താന്തങ്ങൾ അല്ലോ. ഇവർ നെഥായിമിലും ഗദേരയിലും പാർത്ത കൃഷവന്മാർ ആയിരുന്നു. അവർ രാജാവിനോട് കൂടെ
അവൻ്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു. ശിമയോന്റെ പുത്രന്മാർ നെമുവേൽ, യാമീൻ, യാരീബ്, സേരഹ്, ഷൗൽ. അവൻ്റെ മകൻ ഷല്ലൂം. അവൻ്റെ മകൻ മിബ്ഷാം. അവൻ്റെ മകൻ മിഷ്മായുടെ പുത്രന്മാർ അവൻ്റെ മകൻ ഹമുവേൽ, അവൻ്റെ മകൻ സക്കൂർ, അവൻ്റെ മകൻ ഷിമെയിക്ക് 16 പുത്രന്മാരും 6 പുത്രിമാരും ഉണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായകയാൽ അവരുടെ കുലമെല്ലാം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല. അവർ ബേർഷേബയിലും മൊലാദിയിലും ഹസർ ഷൂവാലിലും ബിൽഹയിലും ഏസുമിലും തോലാദിലും ബെദുവേലിലും ഹോർമായിലും സിക്ലാഗിലും ബേത് മർക്കോബോത്തിലും ഹസർ സൂസീമിലും ബേത് ബിരിലും ഷയരീമിലും പാർത്തു. ഇവ ദാവീദിന്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങൾ ആയിരുന്നു. അവരുടെ ഗ്രാമങ്ങൾ ഏഥാം, ആയീൻ, റിമ്മോൻ, റോഖൻ, ആശാൻ, ഇങ്ങനെ 5 പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ. ഇവ അവരുടെ വാസസ്ഥലങ്ങൾ. അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു. മെഷോബാബ്, യംലേക്, അമസ്യാവിന്റെ മകനായ യോശ, യോവേൽ, അസീയലിന്റെ മകനായ സെരായാവിന്റെ മകനായ യോഷിബ്യാവിന്റെ മകനായ യേഹു, എല്യോവേനായ യയക്കോബ, യശോഹായവ്, അസായാവ്, അധീയേൽ, യസീമിയേൽ, ബെനായാവ്, ഷെമയാവിന്റെ മകനായ ഷിമ്രിയുടെ മകനായ യദയാവിന്റെ മകനായ അല്ലോന്റെ മകനായ ഷിഫിയുടെ മകനായ സീസ. പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു. അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ തിരയേണ്ടതിന് ഗേദോർ പ്രവേശത്തോളം താഴ്വരയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു. അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി. ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു. അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശക്കാരായിരുന്നു. പേർ വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ രാജാവായ ഏസ്കിയേവാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മെയൂന്യരെയും ആക്രമിച്ചു. ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിലുള്ളതുകൊണ്ട് അവർക്ക് പകരം പാർക്കുകയും ചെയ്തു. ശിമയോന്യരായ ഇവരിൽ 500 പേർ ശിഷിയുടെ പുത്രന്മാരായ പെലദ്യാവ്, നെയര്യാവ്, ദെഫായാവ്, ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സെയീർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്യരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു.